വൈൽഡ് ക്രോസിംഗ് ഇവിടെ ആന ഇറങ്ങുന്ന സ്ഥലമാണ് കേട്ടോ. കേട്ടോ, മാമലക്കണ്ടത്തിൻ്റെ അത്രയൊന്നും വരത്തില്ലെങ്കിലും നല്ലൊരു പ്രകൃതി ഭംഗിയൊക്കെ തരുന്ന അടിപൊളി ഒരു സ്പോട്ടാണ് കേട്ടോ. ഇപ്പം വെൽക്കം ബാക്ക് ടു ടീ സ്റ്റോറി വ്ളോഗ്. വീണ്ടും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, നമ്മളീ പോകുന്നത് ഒരു കാടിനുള്ളിൽ കൂടെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ സ്വന്തം മാമ്പഴത്തറ ഫോറസ്റ്റിനുള്ളിൽ കൂടെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ചാലിയക്കര വഴിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ കൊല്ലം സീരീസിൻ്റെ 5ാമത്തെ വ്ളോഗാണിത്. അപ്പോൾ നമ്മുടെ കൊല്ലം സീരീസിലെ ചാലിയക്കരയുടെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടു കാണും. കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണണം. അങ്ങനെ നമ്മുടെ അടുത്ത കാഴ്ച എന്ന് പറയുന്നത് മാമ്പഴത്തറ കാടിനുള്ളിലെ കുറച്ച് കാഴ്ചകളാണ്. അപ്പോൾ ഇനി നേരെ നമ്മുടെ മാമ്പഴത്തറയിലോട്ടാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നേരെ നമ്മുടെ കാഴ്ചകളിലേക്ക് പോകാം ഗൈസ്. ഇവിടെ വരുമ്പോൾ 2 വഴിയുണ്ട്. അപ്പോൾ ഒന്ന് അമ്പനാട് ഹിൽസിലേക്ക് പോകുന്ന, ഒന്ന് മാമ്പഴത്തറ പോകുന്ന റൂട്ടും. ഇതാണ് മാമ്പഴത്തറ പോകുന്ന റൂട്ടെന്ന് പറയുന്നത്. ഇത് വന്നിട്ട് അമ്പനാട് ഹിൽസിലേക്ക് പോകുന്ന റൂട്ടാണ്. അങ്ങനെ നമ്മൾ ഉപ്പുകുഴി ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് കാട്ടിലൂടെയുള്ള യാത്രയാണ്. അപ്പോൾ നിലവിൽ ഈ ചെക്ക് പോസ്റ്റിൽ ഇപ്പം ചെക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് പോകാം. പക്ഷേ 6 മണി വരെ ഉള്ളൂ ഈ സ്വാതന്ത്ര്യം. 6 മണി കഴിയുമ്പോൾ ഗേറ്റ് അടച്ചിടും. പിന്നെ അങ്ങോട്ട് വാഹനങ്ങളൊന്നും കടത്തിവിടത്തില്ല. കാരണം 6 മണി കഴിഞ്ഞാൽ പിന്നെ വന്യമൃഗങ്ങളുടെയൊക്കെ ശല്യമായിരിക്കും. അതുകൊണ്ട് ഇതിൽ പിന്നെ പോയി കഴിഞ്ഞാൽ പിന്നെ പെട്ടത് തന്നെ അതിൻ്റെ അപ്പുറത്ത് എത്തുമെന്നുള്ള കാര്യം സംശയമാണ്. അതുകൊണ്ട് 6 മണി വരെ ഉള്ളൂ. പിന്നെ രാവിലെ 6 മണിക്കാണ് ഗേറ്റ് തുറക്കുന്നത്. പക്ഷേ രാവിലെ 6 മണിക്ക് തുറന്നാൽ തന്നെയും ഈ പറഞ്ഞ വന്യമൃഗങ്ങളുടെ ശല്യം തന്നെ ആയിരിക്കും രാവിലെയൊക്കെ. അതുകൊണ്ട് കുറച്ചും കൂടെ ഒക്കെ ഒന്ന് ലേറ്റായിട്ട് ഇറങ്ങുന്നത് എനിക്ക് കുറച്ചും കൂടെ സൗകര്യമെന്ന് തോന്നും. ആനയാണോ? നമ്മൾ കണ്ട മലയായിരിക്കും. ഇവിടെ ഒരു മാനയെ കണ്ടെന്നാ പറയുന്നത്. എവിടെയാണോ മാന്? പോടാ. ഇപ്പം നമ്മൾ നിൽക്കുന്നത് പക്ക ഫോറസ്റ്റിലാണ് കേട്ടോ. ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ പക്ക ഫോറസ്റ്റിലാണ്. ഇപ്പം ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മളൊരു മാനിനെ കണ്ട്, അങ്ങനെ മാനിനെ കണ്ടുകൊണ്ട് നിർത്തിയതാണ്. അവന്മാർ മാനിനെ കാണാൻ വേണ്ടിയിട്ട് പോയതാണ്. പക്ഷേ അത് പോയ വഴി പുല്ല് പോലും മുളച്ചില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര സ്പീഡിലാണ് അത് പോയത്. എന്തായാലും അതിന് ഇനി കാണാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. അത് പോയി കേട്ടോ, അത് ജീവനും കൊണ്ട് പോയിട്ടുണ്ട്. എന്തായാലും ഇനി അങ്ങോട്ട് കാടിനുള്ളിൽ കൂടെയുള്ള യാത്രയാണ്. അപ്പോൾ ഇനി പലതരത്തിലുള്ള ജീവികളെയൊക്കെ കാണാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. കാരണം കാടാണ്, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ അങ്ങനെ അധികം നേരം നിർത്തുന്നത് സേഫ് അല്ല. മാനിനെ കിട്ടിയോ? മാനിനെ കണ്ടോ? ഓ ഗൈസ്, നമ്മൾ മിസ് പണിട്ടെ. അവന്മാരങ്ങ് പോയല്ലോടാ. നമുക്കിനി വെച്ച് പിടിക്കാം ഗൈസ്. അപ്പോൾ ഇത് മാമ്പഴത്തറ റൂട്ടാണ് കേട്ടോ. പക്ക ഫോറസ്റ്റ് പറഞ്ഞാൽ പക്ക ഫോറസ്റ്റിൻ്റെ ഇടയിൽ. ഓക്കെ. അപ്പോൾ നമ്മൾ കാണാത്ത കാഴ്ചകളിലേക്ക് പോകാൻ പോവുകയാണ്. കുഴപ്പമില്ല, ഇനി അങ്ങോട്ട് പോകുമ്പം കിട്ടിയാൽ നമുക്ക് ലക്കുണ്ടെങ്കിൽ നമുക്ക് ഇനിയും പല ജീവികളെയും കാണാൻ പറ്റും. ഇനി ഒരു 20-25 മിനിറ്റ് എന്ന് പറയുന്നത് പക്ക കാട്ടിൽ കൂടെയുള്ള യാത്ര മാത്രമാണ്. അപ്പോൾ ഇനി പോകുന്ന വഴിയിലൊക്കെ നല്ല നല്ല കാഴ്ചകളും കണ്ടാൽ നമുക്ക് ആനയൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ അതായത് ഇവിടെ ഒരു ബോർഡൊക്കെ കൊടുത്തേ പോകണം കേട്ടോ. ആന ഇറങ്ങുന്ന സ്ഥലം എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ആനയുടെ വഴിയാണെന്ന് തോന്നുന്നു ഇതിലേക്കൂടെ ഉള്ളത്. അപ്പോൾ ഇവിടെ ഏകദേശം ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന ആനയാണെന്ന് തോന്നുന്നു കേട്ടോ. കൂടുതൽ ആൾക്കാരും പറയുന്നത് ആനയാണ് കൂടുതൽ കാണാൻ പറ്റുന്നതെന്നാണ്. അങ്ങനെ മറ്റ് കാട്ടുപോത്തും ആനയും ഒക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ആനയെ കണ്ടുള്ളതുണ്ട്. പക്ഷേ എങ്കിലും കൂടുതൽ ആനയുടെ ഒരു വിഹാര താണ്ഡവമാടുന്ന ഒരു സ്ഥലമാണ് ഈ മാമ്പഴത്തറ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിനി പോകുമ്പം വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ഒക്കെ വേണം പോകാം. കാരണം ഇവിടെ വരുമ്പോൾ കൂടുതൽ നിങ്ങൾ ഹോൺ അടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അങ്ങനെ അതിനൊരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ നമ്മൾ പതുക്കെ നമ്മളൊരു ലെവലിൽ പോയി കഴിഞ്ഞാൽ ശല്യമില്ലാതെ നമുക്ക് സേഫായിട്ട് പോകാൻ പറ്റും. നമ്മൾ ഈ ഹോണൊക്കെ അനാവശ്യമായിട്ട് അടിച്ചടിച്ച് അതിനെയൊക്കെ പുറത്തോട്ട് ഇറക്കിക്കാതിരിക്കുന്നത് നല്ലത്. കാരണം നമ്മുടെ ജീവന് തന്നെ ആപത്ത് നമ്മൾ ക്ഷണിച്ച് വരുത്താതിരിക്കുക. അതുകൊണ്ട് പോകുമ്പോൾ നല്ല ശാന്തസുന്ദരമായിട്ട് പോവുക. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ നല്ല രസമാണ്. ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് ഇങ്ങനെ പോകാൻ നല്ല രസമാണ് കേട്ടോ. നമ്മളൊരു ടൂറിസ്റ്റ് സ്പോട്ടോ അങ്ങനെയൊന്നും നോക്കിയിട്ടല്ല ഇതിലേക്കൂടെ യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് ഈ കാണുന്ന ഈ ഒരു കാഴ്ച ഉണ്ടല്ലോ, ഇതൊക്കെ കാണാനും ആസ്വദിക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു യാത്ര എന്ന് പറയുന്നത്. ശരിക്കും നമ്മളിവിടെ ഒരു എണ്ണയടിച്ച് വരുന്ന മുതലാവാൻ ഈ ഒരു കാഴ്ചകളൊക്കെ തന്നെ ധാരാളമാണ്. അത്രയ്ക്കും മനോഹരമായിട്ടുള്ള കുറച്ച് കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ വന്നപ്പോൾ ഒരുപാട് വണ്ടിയൊന്നും ഇല്ലായിരുന്നു. ഇപ്പം നമ്മളൊരു കാറ് കണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടെയും കാറുകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു കാറിനേക്കാൾ കൂടുതൽ ഏറ്റവും നല്ല കംഫർട്ടായിട്ട് ഇതിലേ കൂടെ യാത്ര ചെയ്യാൻ എളുപ്പം അല്ലെങ്കിൽ അത്രയും സുഖമെന്ന് പറയുന്നത് നമ്മുടെ ബൈക്ക് തന്നെയാണ് കേട്ടോ. കാറിലെന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കോർണറിലൊക്കെ ഇരുന്നിട്ട് ഒരു സ്ഥലത്തെ കാഴ്ചകൾ മാത്രമായിരിക്കും നമ്മൾ കാണുന്നത്. പക്ഷേ ബൈക്കിലെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. നമ്മൾ മൊത്തത്തിൽ നമ്മൾ അതിനുള്ളിൽ കൂടി ഇങ്ങനെ പോകുന്ന ഒരു ഫീലിംഗ് ആണ്. അത് ബൈക്ക് റൈഡ് ചെയ്ത് ഇതിലേ കൂടെ പോയവർക്ക് അത് അറിയാൻ പറ്റും അതിൻ്റെ ഒരു ഫീലിംഗ് എന്ന് പറയുന്നത്. ശരിക്കും നിങ്ങൾ ഇതിലേ കൂടെ വരുവാണെങ്കിൽ ബൈക്കിൽ തന്നെ വരണം. അതുപോലെ തന്നെ നടന്ന് ഇതിലേ കൂടെ യാത്ര
ചെയ്യാനുള്ള അനുമതിയൊന്നുമില്ല. കാരണം നടന്ന് നിങ്ങൾ വരുന്നതും സേഫ് അല്ല. അതുകൊണ്ട് കഴിവതും നടന്ന് വരാതിരിക്കുക. നമ്മളിതിലെ കൂടെ പോയപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ, ഫുഡ് കഴിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയേക്കുന്നത്. അതും ഇവിടെ ആന ഇറങ്ങുന്നുള്ളൊരു ബോർഡ് വരെ വെച്ചപ്പോൾ ഉണ്ട്. എന്നിട്ടും അതിൻ്റെ അടുത്ത് വന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയിട്ടേക്കുന്നത്. നമുക്ക് ആലോചിച്ച് നോക്കണം, ഇത്തരത്തിലുള്ളൊരു സ്ഥലം ഡേഞ്ചറാണെന്ന് അറിഞ്ഞിട്ടും അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയത്. അതെല്ലാം പൊട്ടി. ഇവർ ഈ ഫുഡ് കഴിച്ചിട്ട് ആ പ്ലാസ്റ്റിക് കവറും എല്ലാം അവിടെ ഇട്ടിട്ടായിരിക്കും ഇവർ പോകുന്നത്. ഇതുപോലത്തെ ഒരു സ്ഥലം മലിനമാക്കാൻ ഇതുപോലത്തുള്ള കുറേ ആൾക്കാർ വരും കേട്ടോ. അവർക്ക് ഇതോ വലിയ സംഭവമാണെന്നൊക്കെയാണ് അവരുടെ വിചാരം. പക്ഷേ അതങ്ങനെ ചെയ്യാതിരിക്കുക. ഒന്നാമത് കാട്ടിനുള്ളിൽ കൂടെയുള്ള യാത്ര അത്ര സേഫ് അല്ലെന്ന് ഓൾറെഡി പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റിസ്കിലൂടെ തന്നെയാണ് നമ്മൾ ഇതിലെ കൂടെ പോകുന്നത്. എന്നിട്ടും വീണ്ടും അപകടം ക്ഷണിച്ചു വരുത്താൻ വേണ്ടിയും ഈ സ്ഥലം മലിനമാക്കാൻ വേണ്ടിയിട്ടുമാണ് ഇവിടെ ഇങ്ങനെ വന്ന് ആഹാരം കഴിക്കാൻ വേണ്ടിയിരിക്കുന്നത്. അതങ്ങനെ ചെയ്യാതിരിക്കട്ടെ. അത് കണ്ടപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ വരുന്നവർ അങ്ങനത്തെ ഉള്ള പരിപാടികൾക്കൊന്നും നിൽക്കാതെ നിങ്ങൾ ഇതുപോലത്തുള്ള യാത്രയൊക്കെ ആസ്വദിച്ചിട്ട് അങ്ങോട്ട് പോവുക. ഇനി ഇവിടുത്തെ റോഡെന്ന് പറയുന്നത് കുറച്ച് ദൂരം നല്ല റോഡാണ്, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് മോശമായ റോഡാണ് പിന്നെ വരുന്നത്. അപ്പം ഇതെന്നുണ്ടോ, കാറിലൊക്കെ വന്നു കഴിഞ്ഞാൽ പതുക്കെ ഇങ്ങനെ പോകാനേ പറ്റത്തുള്ളൂ. അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ലാത്ത വണ്ടിയൊക്കെ ആണെങ്കിൽ നന്നായിട്ടൊക്കെ ചിലപ്പോൾ അടിയൊക്കെ അടിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങോട്ട് പതുക്കെ വരാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഇതിലെ കൂടെ വരുമ്പോൾ വലിയ സ്പീഡൊന്നും എടുത്ത് വരാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഏത് സമയത്താണ് ഇത് മുന്നിൽ വന്ന് നിൽക്കാമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ നല്ല സ്പീഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം ചവിട്ടിയാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം ഓവർ സ്പീഡിലൊന്നും വരാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. പിന്നെ കാൽനട യാത്രക്കാർക്ക് ആദ്യം പറഞ്ഞിരുന്നു, കാൽനട യാത്രക്കാർക്ക് ഇതിലേക്കൂടെ യാത്ര ചെയ്യാനുള്ള അനുമതിയില്ല. അപ്പോൾ അവിടെ ഓൾറെഡി അവിടെ ബോർഡ് വെച്ചപ്പോൾ നിങ്ങൾക്ക് അറിയാം കാട്ടിൽ കൂടെയുള്ള യാത്രയാണ്. ഇപ്പം എന്തെങ്കിലും ഒരു ജീവി വന്നു കഴിഞ്ഞാൽ എത്ര ദൂരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓടും. വണ്ടിയാകുമ്പോൾ പിന്നെയും കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് നടന്ന് വരാതിരിക്കാൻ മാക്സിമം ശ്രമിക്കാതിരിക്കാം. ചിലപ്പോൾ ഇത് കാണുന്നവർക്ക് തോന്നാം പിന്നെ ഇത്രയും റിസ്ക് പിടിച്ചിട്ട് പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ റോഡിൽ കൂടെ പോകുന്നതെന്ന്. ശരിക്കും പറഞ്ഞാൽ ഇത്രയെങ്കിലും റിസ്ക് നമ്മൾ എടുത്തില്ലെങ്കിൽ പിന്നെ ഇതുപോലത്തുള്ള യാത്രകളൊന്നും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് നാളെ നമ്മുടെ അടിപൊളി ഒരു ഓർമ്മയെന്നൊക്കെ വേണമെങ്കിൽ ഇതുപോലത്തുള്ള യാത്രയൊക്കെ നടത്തി കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അല്ലാതെ നമുക്ക് ഒരു സേഫായിട്ടുള്ള റോഡിൽ കൂടെ പോകുന്നതും ഇച്ചിരി അഡ്വഞ്ചർ അറ്റാക്കായിട്ട് പോകുന്നതും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ഈ അഡ്വഞ്ചറായിട്ട് പോകുന്നതായിരിക്കും എപ്പോഴും നമ്മൾ ഓർത്തിരിക്കുന്ന ഒരു ട്രിപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതുപോലത്തുള്ള ചെറിയ ഒരു ഇതൊക്കെ എടുക്കാൻ നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിലേക്കൂടെ നിങ്ങൾക്ക് വരാം. നല്ല രീതിയിലുള്ള ഒരു കാഴ്ചകളൊക്കെ കിട്ടും. കാടിൻ്റെ ഇത്ര മനോഹരമായിട്ടുള്ളൊരു ഭംഗി നമ്മുടെ കൊല്ലത്ത് തന്നെ ഉള്ളപ്പോൾ നിങ്ങൾ വേറെ എങ്ങും പോകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ളൊരു കാഴ്ചയൊക്കെ ആസ്വദിച്ച് ഇതിലേക്കൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റും. അങ്ങനെ കുറച്ച് ദൂരം വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് അടിപൊളി ഒരു കാഴ്ച കിട്ടി കേട്ടോ. ഈ ഒരു കാടിൻ്റെ പച്ചപ്പിനിടയിൽ കൂടെ നമ്മുടെ ആനവണ്ടി വരുന്ന ഒരു കാഴ്ച, അതൊരു പ്രത്യേക ഭംഗിയ തന്നെയായിരുന്നു കേട്ടോ. നമുക്ക് വന്നപ്പോൾ കിട്ടിയൊരു ബോണസ് പോയിൻ്റ് തന്നെയായിരുന്നു ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത്. ശരിക്കും ഈ ഒരു റൂട്ടിൽ ബസ് സർവീസ് നടത്തുന്ന ഒരേ ഒരു ബസ്സാണ് ഈ വരുന്നത്. അപ്പോൾ മാമ്പഴത്തറയിൽ നിന്നാണ് തോന്നുന്നു ഇത് വരുന്നത്. എന്തായാലും ഇങ്ങോട്ടുള്ള സമയം എത്ര മണിക്കാണെന്നൊന്നും കൃത്യമായിട്ട് എനിക്കറിയത്തില്ല. നിങ്ങൾ പുനലൂർ ഡിപ്പോയിലൊക്കെ തിരക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ മാമ്പഴത്തറയിലോട്ട് വരുന്നവർക്കാണെങ്കിൽ ഈ ഒരു ബസ്സിൽ ഈ ഒരു റൂട്ടിൽ നിങ്ങൾക്ക് വരാൻ പറ്റും. ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ ഇപ്പം വണ്ടിയിൽ ഇത്ര ദൂരം വരാൻ പേടിയുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബസ്സിൽ വരാൻ പറ്റും. അപ്പോൾ ഡിപ്പോയിൽ തിരക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് സമയമൊക്കെ അറിയാൻ പറ്റും. അങ്ങനെ യാത്ര ചെയ്യാൻ എന്തെങ്കിലും ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളത് മിസ് ചെയ്യരുത്. തീർച്ചയായിട്ടും നിങ്ങളത് യാത്ര ചെയ്യണം, എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും. പിന്നെ ലൈക്ക് യാത്രയ്ക്കാണെങ്കിലും പൈസ വേണ്ടതെന്നുള്ളത്, നമ്മൾ ഒരുപാട് ഫിനാൻഷ്യലി ബാക്ക്ഗ്രൗണ്ട് സെറ്റപ്പ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടായിട്ടൊന്നും നമ്മൾ യാത്ര ചെയ്യുന്നതെന്നല്ല. നമ്മളൊക്കെ തുച്ഛമായ ശമ്പളത്തിനൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അതിൻ്റെ ഒരു തുച്ഛമായ ഭാഗം നമ്മൾ മാറ്റി വെച്ചിട്ട് നമ്മൾ ട്രാവൽ ചെയ്യുന്നതാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ കിട്ടുന്ന ചെറിയ മൊമെൻറ്റ്സ് ആണ്. അതൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അത് മിസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ യാത്ര ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ യാത്ര ചെയ്യണം. പ്രത്യേകിച്ച് ഇതുപോലത്തുള്ള സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം. അത് നിങ്ങൾക്ക് നല്ലൊരു അനുഭവമായിരിക്കും തരുന്നത്. നമ്മൾ കാണാത്ത സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മൾ പോയി കഴിയുമ്പോൾ നമുക്ക് വേറിട്ടൊരു അനുഭവമായിരിക്കും നൽകുന്നത്. അങ്ങനെ നമ്മുടെ കാടിനുള്ള കാഴ്ചകൾ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നമ്മൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരും. ഇനിയും മാമ്പഴത്തറയിലെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല, ഇനിയും ഉണ്ട് കാഴ്ചകൾ. മാമ്പഴത്തറയിൽ പോയിട്ടുള്ളവരാണെങ്കിലും കാണാത്ത കുറേ അധികം കാഴ്ചകളുണ്ട്. ആ കാഴ്ചകളെല്ലാം ഇനി ഒരു അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും വേണം. അപ്പോൾ നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വരാം. നമ്മുടെ കൊല്ലം ജില്ലയിലും ഉണ്ട് ഒരു മാമ്പഴത്തറ സ്കൂൾ. ഇതാ കണ്ടോ,
വിഷ്വൽ ബ്യൂട്ടി അല്ലേ, വിഷ്വൽ ബ്യൂട്ടി കേട്ടോ. മാമലക്കണ്ടത്തിൻ്റെ അത്രയൊന്നും വരത്തില്ലെങ്കിലും നല്ലൊരു പ്രകൃതി ഭംഗിയൊക്കെ തരുന്ന അടിപൊളി ഒരു സ്പോട്ടാണ് കേട്ടോ. അരമണിക്കൂർ നേരം നമ്മൾ കാടിന് നടുക്കൂടെ റൈഡ് ചെയ്ത് വന്നപ്പോൾ നമുക്ക് കണ്ടതാണ്. കണ്ട ലൈബ്രറി, ലോവർ പ്രൈമറി സ്കൂൾ, DBLS മാമ്പഴത്തറ.